ഏറെ സഹായകരമായ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. ഇൻക്രെഡിബിൾ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഡയറക്റ്റ് ഇൻക്രെഡിബിൾ എന്ന് പ്ലേ സ്റ്റോറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഇൻസ്റ്റാൾ ചെയ്യുക. തുടർന്ന് അത് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. ലെഫ്റ്റ് ഭാഗത്ത് കാണുന്ന ആദ്യത്തെ കളർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്കതിൻ്റെ മഷി ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത്, പിന്നീട് നെക്സ്റ്റ് ഭാഗത്ത് കാണുന്ന പേനയുടെ അടയാളം സെലക്ട് ചെയ്യുക. അതിൻ്റെ തിക്നെസ് കൂടി അടയാളപ്പെടുത്തി നമുക്ക് ടൈപ്പ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ടൈപ്പ് ചെയ്യുക മീൻസ് ഡയറക്റ്റ് സ്ക്രീനിലേക്ക് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ മനോഹരമായി എഴുതി അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് വ്യത്യസ്ത രൂപത്തിൽ നമുക്ക് സേവ് ചെയ്യുകയും ഇമേജുകളാക്കി ഷെയർ ചെയ്യാനുമൊക്കെ ഉള്ള ഒരു ഓപ്ഷൻ ഇതിൽ കൊടുത്തിരിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ക്ലാസ് തല പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയും ചെറിയ പ്രോജക്റ്റുകൾ നിർമ്മിച്ച് കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയും ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ലിബ്രെ ഓഫീസ് ഡ്രോ പോലെ നമുക്കിത് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ലെഫ്റ്റ് ഭാഗത്തുള്ള ഓരോ ഐക്കണുകൾ വ്യത്യസ്തമായ രൂപത്തിൽ അതിൻ്റെ രീതികൾ എന്താണെന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. സ്ക്രീനിൽ കൃത്യമായി കാണുന്നില്ല എങ്കിൽ താഴ്ഭാഗത്ത് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, നമുക്കതിൻ്റെ പിറകോട്ടേക്ക് പോകാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഇവിടെ വെൽക്കം എന്ന് ഞാൻ ടൈപ്പ് ചെയ്തതാണ്. ടൈപ്പ് ചെയ്ത് അതിൻ്റെ ഫോണ്ടുകളിൽ നമുക്ക് ഏതൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് തീരുമാനിക്കുകയും മേലെ കാണുന്ന 4 വരകളിൽ അല്ലെങ്കിൽ 3 വരകളിൽ അതിൻ്റെ ഫോണ്ട് വർക്കുകളും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്ത് വേണ്ട ഭാഗത്തേക്ക് നമുക്ക് കൃത്യമായി എത്തിച്ചു കൊടുക്കാവുന്നതാണ്. ഈ രൂപത്തിൽ കൃത്യമായി ടൈപ്പ് ചെയ്തുകൊണ്ടും ഹാൻഡ് റൈറ്റിംഗ് ഉപയോഗിച്ചുകൊണ്ടും ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗപ്പെടുത്താമെന്ന് ചുരുക്കം. ഇനി യൂണിക്കോഡിൻ്റെ കളറുകൾ മാറ്റുന്നതിന് വേണ്ടി, ഫോണ്ട് സൈസ് മാറ്റുന്നതിന് വേണ്ടി, അതിൻ്റെ കോൺട്രാസ്റ്റ് മാറ്റുന്നതിന് വേണ്ടി, അതിൻ്റെ ഫോണ്ട്സുകളിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയൊക്കെയുള്ള ഓപ്ഷൻസ് ഇതിൽ നമുക്ക് ലഭ്യമാണ്. ഒരു ചെറിയ ചിത്രം മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു പ്രോജക്റ്റാക്കി കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, ഒരു മരത്തിൻ്റെ ചിത്രമാണെങ്കിൽ ആ മരത്തിൻ്റെ റൂട്ട്സ് അടക്കം ഏത് രൂപത്തിലാണ് വിശദീകരിക്കേണ്ടത് എന്ന് വളരെ സിമ്പിളായി കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇൻക്രെഡിബിൾ പോലത്തെ ആപ്ലിക്കേഷൻസുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. മാത്രവുമല്ല, ഒരു ചിത്രമോ മറ്റ് റൈറ്റപ്പുകളോ കൊടുത്തതിന് ശേഷം അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഭാഗത്ത് ലെഫ്റ്റ് ഭാഗത്തുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഹൈലൈറ്റർ ഉപയോഗപ്പെടുത്തി നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ എഴുതി കഴിഞ്ഞതിന് ശേഷം മുഴുവൻ സെലക്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മൂവ് ചെയ്യാനും, മൂവ് ചെയ്തതിൽ തന്നെ അതിൻ്റെ ഇന്നർ സൈഡിലുള്ള കളറുകൾ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയൊക്കെയുമുള്ള ഓപ്ഷൻസുകളും ഇതിൽ ലഭ്യമാണ്. അതായത് ഒറ്റ ക്ലിക്കിൽ ഈ ലെറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ഫോണ്ടുകളുടെ ഡിസൈനുകളിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി എളുപ്പത്തിൽ സാധിക്കുന്നു എന്നതും ഇൻക്രെഡിബിളിൻ്റെ മറ്റൊരു പ്രത്യേകത തന്നെയാണ്. ഇതേപോലെ വിവിധങ്ങളായ ഓപ്ഷൻസുകൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ കഴിയും. അടുത്തത് ഒരു ചിത്രം ഇൻസേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് അതിനെ ഒരു പ്രോജക്റ്റാക്കി മാറ്റുക എന്നുകൂടെ മനസ്സിലാക്കാവുന്നതാണ്. ജസ്റ്റ് നമുക്കൊരു ചിത്രം ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ആ ചിത്രം ഇൻസേർട്ട് ചെയ്തതിന് ശേഷം വേണ്ട സ്ഥാനത്തേക്ക് അത് സൂം ഇൻ സൂം ഔട്ട് ചെയ്തുകൊണ്ട് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുക. വേണ്ട സ്ഥാനത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് നമുക്കതിനെ മനോഹരമായൊരു പ്രോജക്റ്റാക്കി മാറ്റാവുന്നതാണ്. ആവശ്യമുള്ള മരങ്ങളെക്കുറിച്ചോ മറ്റോ ആണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതെങ്കിൽ വളരെ എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയുമെന്നത് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഇനി ഇതിൻ്റെ സൈസ് അതുപോലെ തന്നെ ഇതിൻ്റെ മോഡലുകളിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയൊക്കെയുള്ള ഓപ്ഷൻസുകൾ നമുക്ക് ലഭ്യമാണ്. ഈ കാണുന്നത് പോലെ റെക്റ്റാങ്കിളും ട്രയാങ്കിളും അടക്കം എല്ലാ മോഡലുകളും ഇതിൽ നമുക്ക് ലഭ്യമായതുകൊണ്ട് തന്നെ കൃത്യമായി അടയാളപ്പെടുത്താനും അതിൻ്റെ കളറുകൾ ചേഞ്ച് ചെയ്യാനും ഒക്കെയുള്ള സാധ്യതകളും ഇതിൽ അനാവരണം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കളറുകളിൽ മാറ്റം വരുത്തുന്നതോടൊപ്പം തന്നെ തിക്നെസ്സിലും നമ്മൾ എഴുതിയ ലെറ്റേഴ്സിൻ്റെ തിക്നെസ്സിൽ അതേപോലെ തന്നെ ഈ കൊടുത്തിരിക്കുന്ന റൗണ്ടിൽ ആ സർക്കിളിലൊക്കെ അതിൻ്റെ ഫോണ്ടുകളിലും അതേപോലെ തന്നെ അതിൻ്റെ അളവിലും വ്യത്യാസം വരുത്തുന്നതിനുമൊക്കെ നമുക്ക് നിരവധി ഓപ്ഷൻസുകൾ ലഭ്യമാണ് എന്നാണ് ചുരുക്കത്തിൽ മനസ്സിലാക്കാനുള്ളത്. ഏതായിരുന്നാലും ഈ ഒരു ആപ്ലിക്കേഷൻ ഇതേപോലെ ഉപയോഗപ്പെടുത്തുകയും
മനോഹരമായ ചിത്രമായോ PDF ഫയലുകളായോ നമുക്ക് സേവ് ചെയ്തു വെക്കാനും കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കാനും എളുപ്പത്തിൽ സാധിക്കുമെന്നതുകൊണ്ടാണ് ഇൻക്രെഡിബിൾ മറ്റു ആപ്ലിക്കേഷൻസുകളിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത് എന്ന് പ്രത്യേകം ഓർക്കുമല്ലോ. ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകളിലും അതേപോലെ തന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന മാർജിനിലുമൊക്കെ നമുക്ക് വ്യത്യസ്തമായ രൂപങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഉദാഹരണത്തിന് ഞാനിവിടെ ചെറിയൊരു വേരിയേഷൻ കൊടുത്തിട്ട് അണ്ടറിൽ ഒരു ദീർഘചതുരം കൊടുത്ത് അതിൽ ടൈപ്പ് ചെയ്ത് മാറ്റി വെക്കാനുള്ള ഓപ്ഷൻ കാണിച്ചിരിക്കുന്നു. ഇതേപോലെ നിങ്ങൾക്കും ഏത് രൂപത്തിലാണ് നമുക്ക് ഒരു വെൽക്കം നോട്ട് തയ്യാറാക്കേണ്ടത് എന്ന് കരുതിയാൽ അതിൻ്റെ ആദ്യം ഒരു റഫായിട്ടുള്ള വെൽക്കം നോട്ട് തയ്യാറാക്കുക. തുടർന്ന് ഇതേപോലെ ഇൻക്രെഡിബിൾ ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായ ഒരു തീം പ്രൊജക്റ്റാക്കി അതിനെ മാറ്റാവുന്നതാണ് എന്നതാണ് ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആപ്ലിക്കേഷൻ്റെ വലിയ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കുകയും സേവ് ചെയ്യുന്ന ഓപ്ഷൻസ് കൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. താഴ്ഭാഗത്ത് കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ, ഏറ്റവും താഴ്ഭാഗത്ത് കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിത് സേവ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. അവിടെ PDF കൺവേർട്ടർ എന്നോ ഇമേജ് കൺവേർട്ടർ എന്നോ കൊടുത്ത് സേവ് ചെയ്യുകയും ആ സേവ് ചെയ്തവ നമുക്ക് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യാനും കൂടെയുള്ള ഒരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ മനോഹരമായ ഒരു ചിത്രം അതല്ലെങ്കിൽ PDF ഫയലുകൾ വലിയ സമയം നഷ്ടമില്ലാതെ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിർമ്മിക്കുകയും വേണ്ട മാറ്റങ്ങളും തിരുത്തലുകളും ടൈപ്പിങ്ങോ അതല്ലെങ്കിൽ എഴുത്തുകുത്തുകളോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പൂർത്തിയാക്കാനും കഴിയുന്നു എന്നതുകൊണ്ട് ഇത് കുട്ടികളിലേക്ക് ഷെയർ ചെയ്യാനും നമ്മുടെ മൊബൈലിൽ തന്നെ കൈകാര്യം ചെയ്യാനും പറ്റുമെന്നതുകൊണ്ടും ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്രത്യേകിച്ച് ടീച്ചേഴ്സിന് അതേപോലെ തന്നെ ട്രെയിനേഴ്സിനൊക്കെ ഏറ്റവും ഉപകാരപ്രദമായ ഒന്ന് തന്നെയാണ്. പുതിയ ആപ്ലിക്കേഷൻസുകൾ ചേർക്കുന്നതിന് താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് പുതിയതുണ്ടാക്കി എടുക്കാം. ഇനി അതല്ല അത് ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ജസ്റ്റ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുകയും ആകാവുന്നതാണ്. സേവ് ആസ് എന്ന ഒരു ഓപ്ഷൻ ഇതിൽ നേരത്തെ നമ്മൾ കാണിച്ച 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ലഭിച്ചിരുന്നു. അതാണ് സേവ് എന്ന ഓപ്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ കാണുന്നത് പോലെ ജസ്റ്റ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാനുണ്ട്. പേപ്പർ ബാക്ക്ഗ്രൗണ്ടാണ്. ഈ ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഈ കാണുന്നത് പോലെ അതിൻ്റെ പേജ് സെറ്റപ്പിലേക്ക് പോയാൽ മാത്രം മതി. പേപ്പർ ബാക്ക്ഗ്രൗണ്ട് അവിടെ നിരവധി ചിത്രങ്ങളും അതേപോലെ തന്നെ കളറുകളും കോൺട്രാസ്റ്റ് കുറഞ്ഞതും കൂടിയതും കളർ ചേഞ്ച് ഉള്ളതുമൊക്കെ ഉണ്ട്. ഇഷ്ടമുള്ള കളറുകൾ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും മറ്റും മാറ്റിയെടുക്കാനുള്ള ഒരു സൗകര്യം കൂടി ഈ ഒരു ആപ്ലിക്കേഷന് ലഭ്യമാണ്. അത് വേണമെങ്കിൽ നമുക്ക് ചിത്രങ്ങളാക്കി മാറ്റുകയും ആ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതേപോലെ ബാക്ക്ഗ്രൗണ്ടുകളിൽ മാറ്റം വരുത്തി സേവ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഷെയർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതിനെ സേവ് ഓപ്ഷനിലേക്ക് കൊടുക്കാം. ഒന്നുകിൽ ഡയറക്റ്റ് PDF അതല്ലെങ്കിൽ ഇമേജ് കൺവേർട്ട് ചെയ്തുകൊണ്ട് ഇമേജായും നമുക്കിതിനെ സേവ് ചെയ്യാവുന്നതാണ്. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. പ്രത്യേകിച്ച് ഒരു ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു പ്രോജക്റ്റിനെ കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇത് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ മൊബൈലിൽ ക്ലാസ് തലത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ മൊബൈലിൽ ചെയ്ത് കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കാനുമുള്ള ഒരു സൗകര്യമുണ്ട് എന്നതുകൊണ്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വലിയ പ്രാധാന്യം നേടിയത്. ഇതേപോലെ തന്നെ വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുമുണ്ട്. അതേപോലെ തന്നെ JPG ഫയലുകൾ തുടങ്ങി ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്ക് ഡയറക്റ്റ് അത് PDF ഫയലായും അതേപോലെ തന്നെ JPG ഫയലുകളുമായി ലഭിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. വളരെ ഉപകാരപ്രദമായ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ പരിചയപ്പെടുക, മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക. കാരണം ഇത്തരം ആപ്ലിക്കേഷൻസുകൾ നമ്മുടെ ക്ലാസ് തല അധ്യാപനത്തിന് ഏറ്റവും സഹായകരമായി മാറുന്നു എന്നതുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ മറ്റുള്ളവരിലേക്ക് കൂടി പരിചയപ്പെടുത്തണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടി ഇതെത്തിക്കാൻ ശ്രമിക്കുക.